ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. വിഷ്ണു മാലയിട്ടിട്ട് വന്നിട്ടുണ്ട് അല്ലേ? സ്വാമി ശരണം. ഇന്ന് ഞങ്ങൾ വാമലയ്ക്ക് പോവാന്ന് വിചാരിച്ചു, അമ്പലത്തേക്ക്. നല്ല ഭക്തിയോടെ പോവാ അല്ലേ വിഷ്ണു? ഓക്കെ. അപ്പോൾ വാമല വന്നിട്ട് ഇവിടെ നിന്ന് എത്ര കിലോമീറ്റർ ഉണ്ടോ? ഇവിടെ നിന്ന് ഒരു 8 കിലോമീറ്റർ ഉണ്ടോ? 8 ഒരു 4 ഇപ്പം പോയി വരാനുള്ളത് കണക്കാക്കി ഒരു 4 കിലോമീറ്റർ ഉണ്ടാവും. അപ്പം എന്തായാലും അതിന് പോയിട്ട് വരാം. ഓക്കെ, പോവാ. പോകുമ്പോൾ കാണാം ബാക്കി. വിഷ്ണു ഒരു സ്വാമിയായിട്ടിരിക്കുന്നുണ്ട് ബാക്കിൽ. സ്വാമി ശരണം. പല്ലശ്ശേന അമ്പലം നമ്മൾ പല്ലശ്ശേന അമ്പലത്തേക്കല്ലോ പോണത്. ഇതാണ് നമ്മുടെ ലോക പ്രശസ്തിയാർജ മീൻകുളത്തിയമ്മ ഭഗവതി ക്ഷേത്രം. ഇതാണ് അതന്നെ, ഇതാണ് പല്ലശ്ശേന അമ്പലം. ഞങ്ങൾ ഇവിടേക്കല്ല വന്നത്, ഞങ്ങൾ നമ്മൾ പോകുന്നില്ല, നമ്മൾ പോകുന്നത് വാങ്ങരുത്. ഞങ്ങൾക്കിനി എത്ര ദൂരം ഉണ്ടാ? ഇവിടുന്ന് ഒരു 5 കിലോമീറ്റർ. 5? നീ വെറുതെ പറയണ. ഇനി ഇവിടുന്ന് ഒരു 2 കിലോമീറ്റർ ഉണ്ടാവുള്ളൂ, അത്രേനേ ഉള്ളൂ. ഗായ്സ്, നല്ല വ്യൂ ആണ് വിഷ്ണു, നല്ലൊരു വ്യൂ. ഇതിൽ കൂടിയാണ് നമുക്കിനി പോകേണ്ടത്. ഇനി ഏകദേശം ഒരു 1 കിലോമീറ്റർ ഒക്കെ തന്നെ ഉള്ളൂ. അല്ലേ? ഇവിടുത്തെ എപ്പോൾ 2 ആനയൊക്കെ ഉണ്ടാവുള്ളൂ. പറയാൻ പറ്റും. ഇവിടെ ആന വരുമോ? ഇവിടെ ആനയൊന്നും വരില്ലടാ. അത്ര വലിയ കാടാണ്. യെസ്, ഇതിൽ കൂടെയാണ് പോകേണ്ടത്. ഞാൻ പണ്ടെപ്പോഴോ വന്നാണ് കൈ. പിന്നെ ഞാൻ പിന്നെ ഇവിടെ കടിക്കടക്ക് വരികയാണ്. എനിക്ക് വഴി അത്ര അറിയില്ലടാ. അതാ ചെക്കന്മാരൊക്കെ കയറുന്നു മേലേക്ക്. ഇപ്പം എത്താറായില്ലേ? വണ്ടി ഇവിടെ നിർത്തിയിട്ട് പാർക്ക് ചെയ്യാൻ കഴിച്ചു. മാലയിട്ടിട്ട് മന്തു തന്നെ ആദ്യം കയറുന്നുണ്ട്. മാമലയ്ക്ക് വിഷ്ണു മാമല. ഗായ്സ്, അപ്പം നമ്മൾ ഇവിടെ മാമല എത്തി. ഇവിടെ ഇത്തിരി അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടെന്ന്. മുടിയൊക്കെ എന്താ കോലം. വിഷ്ണു ചീർപ്പ് പൊട്ടിച്ചു അന്നത് മുടി ജീവിയിട്ട്. അതുകൊണ്ട് കറങ്ങാൻ നടക്കാം. കുറച്ച് പോയാൽ നമുക്ക് ഇതിന് മേളിൽ ഒരു അമ്പലമുണ്ട് ഇല്ലടാ. അമ്പലം ഫേമസ് ആയ അമ്പലം. നമ്മുടെ ഹൃദയം സിനിമ ഷൂട്ട് ചെയ്ത സ്ഥലമൊക്കെ കാണിച്ചു തരാം ഗൈസ് നിങ്ങൾക്ക്. വഴിന്ന് എഴുതി വെച്ചിട്ടുണ്ട് മേലേക്ക്. നല്ല ഡീപ്പായിട്ടുള്ളൊരു കയറ്റം. ഞങ്ങൾ പാതി കയറുമ്പോഴേക്കും ഗതപ്പായി. വിഷ്ണു പറയണേ അന്നത്തെക്കാളും ഇത് ഇങ്ങനെ കൂടിയെന്ന് കുത്തനെ. ഈ സ്റ്റെപ്പാണ് പറഞ്ഞത്. ഗായ്സ്, അങ്ങനെ നമ്മളിപ്പോൾ വാമല അമ്പലം എത്തി. ഇയാളടി ചാടിയടാ. അതാ എന്താ മറ്റേ ഹൃദയത്തിൽ അവരവിടെ ഇരുന്നത്. ഇവിടെയാ ഇതെവിടെയാണ്? ഹൃദയത്തിൽ പ്രണവ് മോഹൻലാലും അവളുടെ പേരെന്താണ്, കല്യാണിയാണ്, ആരോ അവിടെ ഇരുന്നത്. ഇവിടെ നിന്ന് ഫോട്ടോ എടുത്തത്. ഗായ്സ്, നമ്മൾ അമ്പലം എത്തി. ഇതാണ് അമ്പലം. എത്ര മണിക്ക് തുറക്കാം? 6 മണിക്കാണ് തുറക്കണം. നമ്മൾ തുറന്നിട്ടുണ്ട്. ഇപ്പം തന്നെ പോയി പ്രാർത്ഥിക്കണ? ഇപ്പം തന്നെ കയറാം അല്ലേ? പോയി ഒന്ന് തൊഴുതാ. കുഞ്ഞിരാമായണം ഇവിടെയാണ്. കുഞ്ഞിരാമായണം ഷൂട്ടിംഗ് എടുത്താണ്. പക്ഷേ കുഞ്ഞിരാമായണം ഷൂട്ടിംഗ് എടുത്ത് ഇവിടെയാണെന്നാണ് വിഷ്ണു പറയുന്നത്. കുഞ്ഞിരാമായണം ഷൂട്ടിംഗ് എടുത്ത ഇവിടെയാണ്. പിന്നെ ഹൃദയവും. വിഷ്ണു ഇവിടെ ശരണം വിളിക്കാൻ പോവാണ്. ഷർട്ടൊക്കെ ഊരിയിട്ട്. ഞാൻ പിടിക്കാം ഷർട്ട്. ഗായ്സ്, നമ്മളങ്ങനെ തൊഴുതി ഇറങ്ങി. റെഡി. ഹായ്, നമ്മൾ പ്രസാദം എടുത്തിട്ട് വന്നു കഴിക്കാം. 2 ലഡ്ഡു താ. 2 ലഡ്ഡുവും കിട്ടി, പിന്നെ പ്രസാദവും, പിന്നെ കുറച്ച് തേങ്ങയും. അപ്പുറത്തെ വ്യൂ കാണിച്ചു തരാട്ടോ ഗൈസ്. ഒരു രക്ഷയില്ല, സീനാണ്. സെറ്റായില്ലേ? ഗൈസ്, നമ്മൾ ഇങ്ങോട്ട് 1-2 പ്രാവശ്യം വന്നിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ഇപ്പോൾ അമ്പലത്തിൻ്റെ അകത്ത് കയറുന്നത് ഞാൻ. നീയോ? അമ്പലത്തിൻ്റെ അകത്ത് സെറ്റായിട്ടുണ്ട്.
ഒരു റെസ്ട്രിക്ഷൻ ഒന്നുമില്ല. നമുക്കിങ്ങനെ ലഡു ഒരു അരമണി കിട്ടിയാണ്. അവന് ലഡു കിട്ടിയെന്ന് സന്തോഷമായി. എന്തോ വിഷന്നിരിക്കണവിടെ അല്ലേ? നമ്മൾ ഇനി ഇവിടെ എന്തായാലും ചുറ്റി കാണാം. ഇല്ല, അതിൽ എപ്പോഴും ഒന്നും ഉണ്ടാവില്ല തോന്നുന്നു. പിന്നെ ഇനി എല്ലാ വിളിച്ചും വന്നതോടെ അല്ല, എപ്പോഴും ലഡു ഉണ്ടാവില്ല തോന്നുന്നു. എനിക്ക് തോന്നുന്നു എന്തെങ്കിലും നല്ലത് സംഭവിച്ചിട്ടുണ്ടാവും ആ ചേച്ചിക്ക്. അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് എനിക്കും തന്നത്. ഗൈസ്, നമ്മളിങ്ങനെ നടന്നു വന്നൊക്കെയാണ് ഹനുമാൻ പാദം പറഞ്ഞിട്ട് ഇതാ കാണുന്നുണ്ട്. പക്ഷെ ഇവിടെയൊക്കെ നല്ല ഗ്രിപ്പ് വേണം. എൻ്റെ ചെരുപ്പ് അത്ര ഗ്രിപ്പില്ല തോന്നുന്നു. വഴിക്ക് പോയാൽ താഴെ എത്തും. ഹനുമാൻ എന്താടാ? ഹനുമാൻ പാദം അല്ലേ? ഹനുമാൻ പാദം അപ്പുറത്താടാ. നീ എവിടേക്ക്? എന്നാലും അപ്പുറത്ത് പോവാം. ഗൈസ്, നമ്മൾ ഹനുമാൻ പാദത്തേക്ക് പോവാണ്. ഹനുമാൻ പാദം കാണിച്ചു തരാം. ഒരു നല്ലൊരു ആംബിയൻസ് ഉള്ള സ്ഥലം കേട്ടാ. പാലക്കാടുള്ളവരൊക്കെ എന്തായാലും വന്ന് കാണണം. വിഷ്ണുവിടെ വരുന്നുണ്ട്. ഇതാണ് ഹനുമാൻ പാദം. ഇത് ഹനുമാന്റെ കാല് വെച്ചതെന്നാ? ഇവിടെയാണ് ഹനുമാൻ കാല് വെച്ചത്. മല കൊണ്ടുപോകുമ്പോൾ കാല് വെച്ചത് ഇവിടെയാണ്. വിഷ്ണുവിനാണ് ഇങ്ങനത്തെ ഐതിഹ്യമൊക്കെ നല്ലോണം. മല കൊണ്ടുപോകുമ്പോൾ കാൽപാദം പതിഞ്ഞ സ്ഥലമാണ് ഇതാ. ഹനുമാൻ മല കൊണ്ടുപോകുമ്പോൾ ഇതാണ് പതിഞ്ഞത് കാല് ഇവിടെ അല്ലേ? നമുക്ക് അവിടെ കിടപ്പായി ആൾക്കാരൊക്കെ. കപ്പിൾസ് അമ്പലമാണ് ഗൈസ്. ബട്ട് പക്ഷെ ഇവിടെ അങ്ങനെ ഒന്നും എല്ലാവരും വെന്റ്. ചുറ്റും നല്ല സ്ഥലം അല്ലേ? ഫുള്ള് മല. അതിൻ്റെ ഇടയിൽ നമുക്ക് അവിടേക്ക് പോവാം. അവിടേക്ക് പോകണം. ഇവിടേക്ക് പോകണം. അതിൻ്റെ ഇടയിൽ അമ്പലമാണോ? അതിൻ്റെ അപ്പുറത്തൊരു വാട്ടർ ടാങ്ക് അല്ലേ? അവിടേക്ക് പോവാം. അപ്പുറത്തേക്ക് പോവാം. നല്ല അപ്പുറത്തൊക്കെ കൃഷിപ്പാടങ്ങളാണ് ഗൈസ്. ഇവിടെ ചുറ്റും സമയം ഒരു 6 മണിയായി. സൺസെറ്റൊക്കെ കഴിഞ്ഞു അല്ലേ? സൂര്യൻ മറന്നു പോയി. വിഷ്ണു എനിക്ക് സൺസെറ്റ് കാണിച്ചു തരാൻ വേണ്ടി കൊണ്ടുപോകുന്നതാണ്. ഇപ്പോൾ സണ്ണിനെയും കാണാനില്ല, സെറ്റിനെയും കാണാനില്ല. ഗൈസ്, ഇപ്പോൾ സമയം ഒരു 6:30 സെറ്റായിട്ടുണ്ട് കേട്ടോ. അവിടെ നല്ല കാറ്റും നല്ലൊരു. എനിക്ക് ഇവിടെ കുറിച്ച് എന്താ നിൻ്റെ അഭിപ്രായം? പറയ്. പ്രത്യേക അഭിപ്രായമൊന്നുമില്ല. കപ്പിൾസിനെ കാണാനാ? അതിലുള്ള ശരിക്കും പറ. അത് ശരിയാണ്, കപ്പിൾസൊക്കെ ഇങ്ങനെയൊക്കെ ഇരിക്കും. അതൊന്നും നമ്മൾ കാര്യമാക്കാൻ പറ്റില്ല. നീ പറ ശരിക്കും. ഈ അമ്പലം ഒരു ഫേമസ് അമ്പലമാണ്. എനിക്ക് ഇവിടെ നിന്ന് എന്താ ഒരു ഫീല്? നല്ല ഫീലാണോ? നല്ലതാണ് പറയുമ്പോൾ. നല്ല എനിക്കും ഇല്ല ഗൈസ്. ഇപ്പം എങ്ങനെയാണ് കേട്ടാ. അപ്പം ക്യാമറ ഓണാക്കി ഒന്നും മിണ്ടില്ല. അതാണ് പ്രശ്നം. വിഷ്ണു ചായ വാങ്ങിച്ചിട്ട് വന്നതും നായിക്കിടക്ക് വിഷ്ണുവിൻ്റെ കൂടിയാണ് ഗൈസ്. മെല്ലെ ഇരുട്ടായി തുടങ്ങുന്നുണ്ട് ഗൈസ്. അപ്പം നമ്മൾ ഒരു ചായ കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് അവിടെയുള്ള ഒരു ചേച്ചിൻ്റെ നിന്ന് ചായയും പരിപ്പൊടിയും വാങ്ങിച്ചു. നല്ല ചായ, നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട് അല്ലേ? എന്ത് നിക്കടാ വിഷ്ണു ചായ കുടിക്കലാണ്. വിഷ്ണുവിനെ തെരഞ്ഞിട്ട് അതാ നായിക്കട വരുന്നത്. വിഷ്ണുവിൻ്റെ അടുത്തേക്കാണ് വരുന്നത്. ചേച്ചി അവിടെ തന്നെ ഹോൾഡ് ചെയ്തു. ഇവിടെ ഇപ്പം ഈ സമയം തിരക്കുണ്ട് കേട്ടോ. ആൾക്കാരൊക്കെ ഉണ്ടോ? വേണ്ട, നമുക്കെന്തായാലും ചായ അടിച്ചിട്ട് ഇനി നേരെ വീട്ടിൽ പോവാം. അങ്ങനെ തന്നെ ഒരു ചേച്ചിൻ്റെ നിന്ന് ചായ വാങ്ങിക്കുക ഗൈസ്. നല്ല ടേസ്റ്റ് ഉണ്ട്. വിഷ്ണുവിൻ്റെ അടുത്ത് എത്തി ഒരു ഡോഗ്. ആ ചേച്ചി പറഞ്ഞു ഒന്നും കൊടുക്കണ്ട പറഞ്ഞു. അതുകൊണ്ടാണ് ഞങ്ങൾ കൊടുക്കാത്തത്. കാരണം അങ്ങനെ കൊടുത്തിട്ടാണ് ഇവിടെ വന്ന് നിൽക്കുന്നത് എല്ലാ നായ്ക്കളും. അതുകൊണ്ട് കൊടുക്കണ്ട പറഞ്ഞു. ഇല്ലെങ്കിൽ വിഷ്ണു ഒരു വട വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടാവും. ഇല്ല വിഷ്ണു? ഇല്ല, പോയി. ഈ നായി ഇവിടെ തന്നെ നിൽക്കുന്നുണ്ട് പാവം. നമുക്കെന്തായാലും ഇതിന് ഇത്ര നിന്നിട്ട് വിഷമിപ്പിക്കണ്ട. അത്തിരി ഇട്ട് കൊടുക്കാം. ആ കഴിച്ചോ. വിട്ടോ മതി. ഓക്കോ, ഇനി ഇവിടെ തന്നെ നിൽക്കും. കിട്ടിയില്ലേ? വിഷ്ണു നോക്കാൻ മുഖത്ത് നോക്കി കഴിക്കണ്ടേ. ഇതാ വരുന്നു. ഇതാ അടുത്തടുത്തെത്തി. അതല്ല നമ്മുടെ ഞങ്ങൾ വാങ്ങിച്ചതും ആ ചേച്ചിൻ്റെ കടയിൽ തിരക്ക് കൂടി. കടയിലല്ല, ആ ചേച്ചിൻ്റെ അടുത്ത്. സ്വയം മുഖത്തുകയാണ് അവൻ. ഓക്കെ, രോമാഞ്ചത്തിൽ ഇരിക്കുകയാണ്. ഈ സാധനം പോകേണ്ട വഴിയില്ല. അവർക്ക് കൊടുത്തത് തന്നെ ഇങ്ങനെ നോക്കി നിൽക്കണു. നിൽക്കുമ്പോൾ കൊടുക്കാണ്ടിരിക്കാനും തോന്നുന്നില്ല.
കഴിഞ്ഞു. ഫിനിഷ്. ഇംഗ്ലീഷ് അറിയണ്ട എന്തായാലും. പോണം വിട്ടോ. ഫിനിഷ്. നല്ലോണം ഇഷ്ടപ്പെട്ടു ഗായ്സ്. അപ്പം ഞങ്ങൾ ഇറങ്ങി അല്ലേ? ശരി ഇവിടെ നിൽക്കണം ഗായ്സ്. ഞങ്ങളപ്പോൾ ഇറങ്ങി. അപ്പോൾ വീഡിയോ ഇത്രേ ഉള്ളൂ. ബൈ ഗായ്സ്. ബൈ. അടുത്ത വീഡിയോ തരാം. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാന്നൊക്കെ പറ. ഞാനാ പറയണേ, നീ പറ. പിടിച്ചു നിർത്തി പറയിപ്പിക്കുകയാണ്. നമ്മുടെ ശ്യാം വ്ളോഗ് ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. ശരി. സ്വാമി ശരണം. സപ്പോർട്ട് ചെയ്യുക.